സാറിതരെ അപ്പൊ ഞമ്മ ഇന്ന് രണ്ടാമത്തെ ദിവസം പത്താങ് ബീച്ചില്. അപ്പൊ ഇന്ന് നമുക്ക് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്യുന്നതന്നെ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ. ഓക്കെ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്? ഒരു പാക്കേജ് എടുക്കാത്തതാണ് നമ്മ തായ്ലാൻഡിലേക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ടൈം. അപ്പൊ ഒരു എക്സ്പീരിയൻസ് ഇല്ല, ഒരു കാര്യമില്ല. എല്ലാം നമ്മ ഓരോ കാര്യം നമ്മുടെ കൺട്രോളിലാണ് ഉള്ളത്. നമ്മ ബുക്ക് ആക്കിയ രീതിയിലാണ് നമ്മ പോകുന്നത്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വരുന്നതാണ്. ഓക്കെ, വില്ലേജ് ലോക്കൽ സ്ട്രീറ്റിലാണ് നമ്മ ഇപ്പൊ നടന്നിട്ട് പോകുന്നത്. നമ്മൾ റൂമിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നടന്നിട്ട് വരുന്ന സ്ട്രീറ്റ് നിങ്ങൾക്ക് കാണിക്കാം. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ഉണ്ട് നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക്. ബീച്ചിലേക്ക് 20 മിനിറ്റ്. ബസ് സ്റ്റോപ്പ് അവിടെ തന്നെ അടുത്ത്. സ്ട്രീറ്റിലെല്ലാം ഓരോ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ടാവും. ഇതിപ്പോ ഉള്ള ഏരിയ ആണ്, എല്ലാ സാധനവും ഉണ്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ. നേരെ പുറത്തിറങ്ങുന്ന മെയിൻ റോഡിലേക്ക് ഒരു 5 മിനിറ്റ്സിലേക്ക് എല്ലാ വീടുകളുടെ ഫ്രണ്ടിലും അവര് ചെറിയൊരു ഷോപ്പ് ബിസിനസ്. അത് പറഞ്ഞ അത്ര ബിസിനസ് അവര് നോക്കുന്നുണ്ട് ഇവിടെ. എല്ലാരും ബിസിനസ് തന്നെ. പുറത്ത് ബിസിനസ്, ഉള്ളിൽ വീട്. അപ്പൊ എല്ലാ ബിസിനസ് മൈൻഡാണ്, റിച്ച് ആൾക്കാർ, റിച്ച് ലൈഫ്. ഗൈസ്, അപ്പൊ അള്ള അറിഞ്ഞിട്ട് തന്നേന്ന് തോന്നുന്നു. എന്റെ റൂം അവിടെയാണ് ഉള്ളത്. ഒരു 5 മിനിറ്റ്സിൽ നേരെ എത്തുന്നത് 7-Eleven. എന്റെ ഇത്ര കാലം ആഗ്രഹിച്ച് ഞാൻ വെച്ചിട്ടുള്ള ഒരു സ്റ്റോറാണ്. ഇവിടെ എന്തായാലും വിസിറ്റ് ആക്കണോന്ന്, എല്ലാ ഐറ്റം ട്രൈ ആക്കണോന്ന്. ഇവിടെ പുറത്ത് റോട്ടിൽ തന്നെ 7-Eleven. വൈറൽ ഡ്രിങ്ക് ട്രൈ ആക്കാനാണ് അവൻ പോകുന്നത്. ഓക്കെ, ഇല്ലാത്തതുകൊണ്ട് വൈറൽ ഡ്രിങ്ക്. പക്ഷേ ഇവിടെ ഒരു 7-Eleven ഒന്നും അല്ലല്ലോ. ഇഷ്ടം പോലെ ഉണ്ട്. വേറെ എവിടെയെങ്കിലും പോവാമോ? ഞാൻ ഇന്നലെ വീഡിയോയില് നമ്മ കഴിച്ചിട്ട് ആ സാധനമാണ് ഇത്. എസിഗോ ചീസ്, സൂപ്പർ സാധനം. നമ്മള് വന്ന എന്തിനാണ് വൈറൽ ഡ്രിങ്ക് കുടിക്കാൻ. പക്ഷെ ഇവിടെ ഐസ് ഇല്ല. പക്ഷെ ഇവിടെ കുറെ 7-Eleven ഉണ്ട്. എവിടെയെങ്കിലും നമുക്ക് അത് ട്രൈ ചെയ്യാം. ഇപ്പൊ നമ്മൾ ആ ജ്യൂസ് മാത്രം വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ സാൻഡ്വിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അവര് നമുക്ക് ചൂടാക്കിയിട്ട് തരും. ഓക്കെ, ഡെസേർട്ട് ഒന്ന്, ഒരു ഡ്രിങ്ക് അല്ല ഒരു മാംഗോ ബനാനയുടെ 50 ബാത്തിൽ നമുക്ക് കാര്യം തീർന്നു. നമ്മുടെ ലഞ്ച് 50 ബാത്തിൽ തീർത്തു നമ്മള്. 80 ബാത്താണ്. ബാക്കി നമ്മൾ പൈസ കിട്ടിയിട്ടുണ്ട്. സാധനം ചൂടാക്കിട്ട് റെഡി ചെയ്താ കുക്ക് ചെയ്യാനാണ് ബാക്കി പൈസ. തിങ്സിന് 50 സോറി താഴെ. ഇതിപ്പോ കണ്ട നമുക്ക് റെഡി ഉണ്ടാക്കി കുക്ക് ചെയ്ത് തരും നമുക്ക്. നാലത്തെ അടുത്ത് 2 ബിഗ്. അപ്പൊ ഇന്നത്തെ നമ്മളെ ലഞ്ച് ചൂടാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ. എന്താണ് നേരെ ലഞ്ചിലേക്ക് പോയെന്ന് വെച്ചാൽ നമ്മൾ എണീക്കാൻ തന്നെ ഉച്ചയായി. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ തായ്ലാൻഡിൽ ഫേമസ് ആയിട്ടുള്ള 7-Eleven നിന്നിട്ടാണ് നമ്മളിത് വാങ്ങിച്ചത്. അവിടെ പല ഫ്ലേവറിലുള്ള സാൻഡ്വിച്ച് അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യണം, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. തായ്ലാൻഡിൻ്റെ ഇടവഴികളിൽ ഞങ്ങളുടെ റൊമാൻറ്റിക് മൊമെൻറ്റ്സ് ആണ് ഇതൊക്കെ. എങ്ങനെയുണ്ട്? ക്യൂട്ടായിട്ടില്ലേ? പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഈവനിങ് വൈബ് പിടിക്കാൻ വേണ്ടി ബീച്ചിലേക്കായിരുന്നു കേട്ടോ. ഈവനിങ് അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്യാവുന്ന. നമ്മളതിലൊന്നും പോയിട്ടില്ല. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോയി. കാരണം പിന്നെയും വിശപ്പിൻ്റെ വിളി നമ്മളെ തേടി വന്നു. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ലോബ്സ്റ്റർ ആയിരുന്നു. അതിൻ്റെ കൂടെ കഴിക്കാൻ സ്റ്റിക്കി റൈസ് തന്നെയായിരുന്നു. നമ്മുടെ നാട്ടിലെ സാധാരണ ചോറില്ല, അതിന് കുറച്ചുകൂടി എക്സ്ട്രാ വേവിച്ചിട്ട് ഉടച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതിനെയാണ് ഇവിടെ പുതിയ പേരൊക്കെ ഇട്ട് സ്റ്റിക്കി റൈസ് എന്നൊക്കെ വിളിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും കൂടി കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ദിവസം കഴിച്ചതിൽ കുറച്ച് നമ്മുടെ നാട്ടിലത്തെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തത് ഇത് കഴിച്ചപ്പോഴായിരുന്നു. എന്താ വെച്ചാൽ 2 ദിവസമായിട്ട് നാട്ടിലത്തെ ഫുഡല്ലല്ലോ കഴിക്കണത്, അതുകൊണ്ട് നാക്ക് ചത്ത് കിടക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു ഇത് കിട്ടിയപ്പോൾ കുറച്ച് മനസ്സിന് സന്തോഷമായി. നാട്ടിലെ പോലെയല്ല, അതിൻ്റെ ഒരു പ്രത്യേകതരം മസാല കൂട്ടാണ്, അതുകൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ജുനിക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം കഴിച്ചതിൽ ഇത് നല്ലൊരു ഫുഡായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ജുനിയും നല്ല ആസ്വദിച്ചിട്ട് തന്നെയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ചെക്കൻ്റെ എക്സ്പ്രഷനിൽ തന്നെ മനസ്സിലായില്ല അവന് ഫുഡ് ഇഷ്ടപ്പെട്ട്. അവൻ പറയുന്നത് സ്പൈസി ആണ് എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് സ്പൈസി ഫുഡാണല്ലോ കൂടുതൽ ഇഷ്ടം ഇന്ത്യൻസിന്. ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയ സമയത്ത് കണ്ട കാഴ്ചയാണിത്. അവിടെ ആ വാക്കിംഗ് സ്ട്രീറ്റിൽ ഇതുപോലത്തെ കുറേ ഡാൻസേഴ്സ്, സിംഗേഴ്സ്, അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ.
കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. കൊച്ചുകുട്ടി എന്ത് ഡാൻസ് കളിക്കുന്നത്, ശരിക്കും മൈക്കിൾ ജാക്സന്റെ പോലെ തന്നെ കളിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ അച്ഛനാണ് തോന്നുന്നത്. അവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. നമ്മൾ അതിനെ കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ടായി. പിന്നെ കുറേ കാണാൻ പറ്റാത്ത കാഴ്ചകൾ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. നമ്മളും കണ്ടിട്ടൊന്നുമില്ലേ, എന്തിനാ വെറുതെ നമ്മൾ അത്തരക്കാരനെ ഹീഹേ. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ബനാന ന്യൂട്ടല്ല, അവിടെ പോയപ്പോൾ ഇതെന്റെ ഫേവറേറ്റ് ആയിട്ട് മാറി. ഡെയിലി ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ ആഡ് ചെയ്തത്. ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മൾ നേരെ അവിടെ ഒരു ഫേമസ് സിംഗർ വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ ഒരു ഷോ നടക്കുന്ന അവിടുത്തെ പോയിട്ട് അത് കുറച്ച് എൻജോയ് ചെയ്ത് നേരെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.